ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 3 CBSE സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റീഅറേഞ്ച് ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ ഹിഡൻ കളർ. ഇതിനകത്ത് ഈ ലെറ്റേഴ്സ് ഇല്ലേ, ഈ കൊടുത്തിട്ടുള്ള ലെറ്റേഴ്സ്, അപ്പോൾ ഈ ലെറ്റേഴ്സിനകത്ത് ഒരു ഹിഡൻ കളറിൻ്റെ നെയിമുണ്ട്. ഇവിടെ ഇപ്പം ABCDE വരെയാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻസ് എവിടെ വരെയാണുള്ളത്? ഇ വരെയാണ് ഉള്ളത്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. LEBU ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാണ്. LEBU ഏത് കളറിൻ്റെ പേരായിരിക്കും? നമ്മളൊന്ന് അത് റീഅറേഞ്ച് ചെയ്തൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് കളറിൻ്റെ ആണെന്ന്. യെസ്, ബ്ലൂ കളറിൻ്റെയാണ് BLUE. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുമ്പോൾ ഇത് 4 ലെറ്ററേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളല്ലേ? അപ്പോൾ 4 ലെറ്ററുള്ള കളേഴ്സ് നമ്മൾ ആലോചിക്കണം. നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് 4 ലെറ്റേഴ്സുള്ള കളറിൻ്റെ നെയിമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കളർ ഏതാണ്? ബ്ലൂ. അടുത്തത് ഏതാണെന്ന് നോക്കാം. LYLEWO. LYLEWO അത് ഏത് കളറിൻ്റെ പേരായിരിക്കും? ഇത് 1 2 3 4 5 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് വലിയ കളറിൻ്റെ വലിയ നെയിമാണ്. അപ്പോൾ W ഒക്കെ വരുന്ന ഏതിലായിരിക്കും? നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. നമുക്ക് L മാറ്റിയിട്ട് Y ഫസ്റ്റ് ഇട്ട് നോക്കാം. L കൊണ്ടുവരുന്ന കളേഴ്സ് ഏതൊക്കെ ഉണ്ടോയെന്ന് ആലോചിക്കുക. Y കൊണ്ടുവരുന്ന ഏതൊക്കെ ഉണ്ടോയെന്ന് ആലോചിക്കുക. അപ്പോൾ Y കൊണ്ട് നമുക്ക് ഏതുണ്ട്? യെല്ലോ ഇല്ലേ? യെല്ലോയിനകത്ത് ഈ സ്പെല്ലിങ്സ് എല്ലാം ഉണ്ടോ? YELLOW. അപ്പോൾ നമ്മളെ കളറിൻ്റെ പേരെന്താ? യെല്ലോ. നമ്മൾ യെല്ലോ കളറാണ്. YELLOW. ഇനി നമുക്ക് നെക്സ്റ്റ് RENEG. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 ലെറ്റേഴ്സ് ഉണ്ട്. 2 E ഉണ്ട്, ഒരു R, ഒരു N, ഒരു G. R കൊണ്ടുവരുന്ന കളറ് റെഡ് ഉണ്ട്. അപ്പോൾ റെഡിനകത്ത് വേറെ കളേഴ്സും കാണും. അപ്പോൾ നമ്മൾ റെഡിനകത്ത് ഒരു 3 ലെറ്ററല്ലേ ഉള്ളൂ, 5 വരത്തില്ലല്ലോ. അപ്പോൾ E കൊണ്ടുണ്ടോ? E കൊണ്ട് കോമൺ കളറായിട്ടല്ല, N കൊണ്ട് കോമൺ ഇല്ല. അപ്പം നമുക്ക് Gയിലോട്ട് നോക്കാം. G കൊണ്ടുള്ള ഉള്ളത് ഏതൊക്കെയാണ്? ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഗ്രീനിൻ്റെ സ്പെല്ലിങ് എന്താ? GREEN എന്നല്ലേ? അപ്പം ആ എല്ലാ സ്പെല്ലിങ്സ് ഇതിലില്ലേ? അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ ഒരു നെയിം? അത് ഏത് കളറാണ്? ഗ്രീൻ. GREEN, ഗ്രീൻ. അപ്പോൾ ഗ്രീനാണ് കളർ നെയിം, ഗ്രീൻ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയേ ഗ്രീൻ. അടുത്തത് RUPPEL. 2 P ഉണ്ട്. മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ട്. R കൊണ്ടുള്ളത് ഏതായിരുന്നു? റെഡ് അല്ലേ കോമൺ കളർ വരുന്നത്? റെഡിനകത്ത് 3 ലെറ്ററേ ഉള്ളൂ. U കൊണ്ട് ഏതാ വരുന്നത്? അങ്ങനെ കോമൺ ആയിട്ടില്ല, അല്ലാതെ ഷെയ്ഡ്സൊക്കെ ഉണ്ട്. ഷെയ്ഡ്, ലൈറ്റ്, അങ്ങനെ ലൈറ്റും ഷെയ്ഡ്സൊക്കെ ഉണ്ട്. P കൊണ്ട് ഏതാ വരുന്നത്? പിങ്ക്, പർപ്പിൾ, അങ്ങനെയുള്ളത്. അപ്പോൾ പിങ്കിനകത്ത് ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്? PINK, പിങ്ക്. 4 ലെറ്റേഴ്സ്. ആ 4 ലെറ്റേഴ്സിൽ P മാത്രമല്ല ഇതിലുള്ളൂ, വേറൊന്നുമില്ലല്ലോ. അപ്പം പർപ്പിൾ നമുക്ക് നോക്കാം. PURPLE, പർപ്പിൾ എന്നല്ലേ? അപ്പോൾ ആ എല്ലാ സ്പെല്ലിങ്സ് ഇതിലുണ്ടല്ലോ. അപ്പോൾ ഏതായിരിക്കും കളറ്? പർപ്പിളാണ് കളറ്. അപ്പോൾ നമ്മുടെ കളർ ഏതാണ്? പർപ്പിൾ. അടുത്തത് NROBW. ഉണ്ട്. ഏതാണ് കോമൺ കളറുള്ളത്? തിങ്ക് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഷെയ്ഡും ലൈറ്റും ഒക്കെ കാണും. R കൊണ്ടുള്ള ഏതാണ്? റെഡ്, അങ്ങനെയുള്ള കളേഴ്സാണ്. അത് 3 തന്നെ ഉള്ളൂ. O കൊണ്ട് ഓറഞ്ച് ഉണ്ട്. പക്ഷെ ഓറഞ്ചിൻ്റെ എല്ലാ ലെറ്റേഴ്സും ഇല്ല. ഇതിനാകെ 5 ലെറ്റേഴ്സേ ഉള്ളൂ.
ബി ഉണ്ട് ഏതൊക്കെയുണ്ട്? ബ്ലാക്ക്, ബ്രൗണ്, അങ്ങനെ കുറേ കളേഴ്സ് ഇല്ലേ. അപ്പോൾ ബ്ലാക്ക് ആണോ നോക്കാം. BLACK ആണ് ബ്ലാക്കിൻ്റെ സ്പെല്ലിങ്. അതിൽ ബി മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ബ്രൗൺ നോക്കിയാലോ? BROWN. ബ്രൗണിൻ്റെ എല്ലാ സ്പെല്ലിങ്സും ഉണ്ടല്ലോ. അപ്പോൾ ഏതാ കളറ്? ബ്രൗൺ അല്ലേ ഇതിൻ്റെ കളർ, ബ്രൗൺ. അപ്പോൾ നമ്മുടെ കളർ ഏതാ? ബ്രൗൺ. അപ്പം നമ്മൾ എല്ലാത്തിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. നമുക്കിനി അടുത്തത് ബി ആണ്. ഹാവ് എ ഫൺ. ഹിയർ ഈസ് എ ഫൺ ടാസ്ക് ഫോർ യു. ലുക്ക് അറ്റ് ദ വേർഡ്സ്, റീഡ് ഔട്ട് ദ കളർ ബട്ട് നോട്ട് ദ വേർഡ്സ്. For example, the word yellow is written in green color. So you should read yellow as green instead of yellow for the first word. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ്. അപ്പോൾ യെല്ലോയിൻ്റെ ദ വേർഡ് യെല്ലോ ഈസ് റിട്ടൺ ഇൻ ദ കളർ ഗ്രീൻ. യെല്ലോ ഇത് വായിക്കുമ്പോൾ YELLO യെല്ലോ എന്നല്ലേ. ബട്ട് ഇത് ഏത് കളർ കൊണ്ടാണ് എഴുതിയേക്കുന്നേ? ആ കളറാണ് ഗ്രീൻ. അപ്പോൾ ഏതായിട്ട് നമ്മൾ വായിക്കണം? ഗ്രീൻ. അപ്പോൾ അങ്ങനെയാണ്. വേറെ എല്ലാം നമ്മൾ അതുപോലെ വായിക്കണം. അപ്പോൾ അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അടുത്തത് ഏതാണ്? BLACK. അപ്പോൾ ബ്ലാക്ക് എന്നല്ലേ എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മൾ ബ്ലാക്ക് എന്ന് വായിക്കാൻ പാടില്ല. പകരം ആ ടാസ്ക് പറഞ്ഞേക്കുന്നത് എന്തുവാണ്? ആ കളർ ഏതാണോ അത് വായിക്കണം. അപ്പം യെല്ലോ. അപ്പോൾ അടുത്തത് ഏതാ? റെഡ്. അടുത്തത് ബ്ലാക്ക്. അടുത്തത് വീണ്ടും റെഡ്. അടുത്തത് ബ്ലൂ. അടുത്തത് ബ്ലാക്ക്. നെക്സ്റ്റ് പർപ്പിൾ. നെക്സ്റ്റ് വീണ്ടും ബ്ലൂ. നെക്സ്റ്റ് പർപ്പിൾ, ഗ്രീൻ, റെഡ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല ഈ ടാസ്ക്? അപ്പോൾ ഇത് വീട്ടിലിരിക്കുമ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ യെല്ലോ, ബ്ലാക്ക്, പർപ്പിൾ, ബ്ലൂ, റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, റെഡ്, ബ്ലാക്ക് എന്ന് വായിച്ചു പോയാൽ അത് ആ ലെറ്ററിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ടാസ്ക് വന്നേക്കുന്നത് നമ്മൾ ആ കളർ ഏതാണോ ആ കളർ പറയാമെന്നുള്ളതാണ്. നമുക്കിനി അടുത്ത ടാസ്കിലോട്ട് പോകാം. വേർഡ്സ് യൂസ് ടു ഷോ ആക്ഷൻ ആർ കോൾഡ് ആക്ഷൻ വേർഡ്സ്. റീഡ് ദ വേർഡ്സ് ഗിവൺ ബിലോ, സർക്കിൾ ദ ആക്ഷൻ വേർഡ്സ്. ഇതിനകത്ത് ആക്ഷൻ വേർഡ്സ് ഏതാണെന്നാണ്. ഇത് ഹോം വർക്കാണ് കേട്ടോ. ഹോം വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം ടൈം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ആക്ഷൻ ചെയ്ത വേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ലാഫ്, ഡാൻസ്, ലെഗ്, ഈറ്റ്, ക്രൈ, സ്വിമ്മ്, പൊട്ടറ്റോ, സ്ലീപ്പ്. ഇതിൽ തന്നെ ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ എന്തുവാ? സിറ്റ് എന്നല്ലേ. നമ്മൾ ഓടുകയാണെങ്കിൽ റണ്ണ്, നമ്മൾ ചാടുകയാണെങ്കിൽ ജമ്പ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ സർക്കിൾ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഞാൻ ഒരെണ്ണം കോമൺ ആയിട്ട് സർക്കിൾ ചെയ്യണേ. ജമ്പ്. നെക്സ്റ്റ് വൺ റണ്ണ്. ബാക്കി ഹോം വർക്ക്. അപ്പോൾ നമുക്കിനി അടുത്തതിലോട്ട് പോകാം. ഫൈൻഡ് ദ ആക്ഷൻ വേർഡ്സ് ഇൻ ദ ഗ്രിഡ് ബിലോ. 1 is done for you. നമുക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആക്ച്വൽ ആക്ഷൻ വേർഡ്സ് നമ്മൾ ഗ്രിഡിൽ നിന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിത് മാച്ച് ചെയ്യാനാണ്. വോക്ക് ഏതിലാണെന്ന് നോക്കാം. W വരുന്ന ഫസ്റ്റ് വോക്കാണ്. W നമ്മളെ വോക്ക് ഉണ്ട്, അവരിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഏതാ? യോണിൻ്റെ Y ആണ്. അപ്പോൾ Y കൊണ്ട് സ്റ്റാർട്ടിങ്. കണ്ടോ? Y, യോൺ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയേ യോൺ. അടുത്ത ഏതാ? പോർ. നമ്മൾ യോണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉറക്കം വരുമ്പോൾ നമ്മളിങ്ങനെ കോട്ട് വായിടില്ല, അതാണ് യോൺ. അടുത്ത പോർ. നമ്മളിപ്പം ഇങ്ങനെ വെള്ളം ചരിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് ആണ് പോർ. അപ്പോൾ അടുത്ത പോറാണ്. എവിടെയെന്ന് നോക്കാം. പോർ. നമുക്ക് പി കൊണ്ടുള്ള പോർ എവിടെയുള്ള പോർ? ഇവിടെ കുറേ പി ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ പോർ ഏതാണെന്ന്. നമ്മളൊന്നും കൂടെ നീറ്റായിട്ട് വരയ്ക്കാം. കഫ് ഏതാ? ചുമയൊക്കെയാണ് കഫ് എന്ന് പറയുന്നത്. അപ്പോൾ കഫ് എവിടെയുള്ളതെന്ന് നോക്കാം. കണ്ടോ, നമ്മൾ കണ്ടുപിടിച്ചു കഫ്. ഗീവാണ് കൊടുക്കുക. അതൊരു ആക്ഷൻ അല്ലേ. അപ്പോൾ ആക്ഷൻ വേർഡ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഗീവ്. SEE കാണുക. അപ്പോൾ സി എവിടെയുള്ള? അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് ഓപ്പൺ, തുറക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ബോക്സ് അങ്ങനെയൊക്കെ പറയില്ല, അതിന് ഓപ്പൺ.
നമ്മൾ വരച്ചൊന്ന് വരയ്ക്കാവേ. ഓപ്പൺ. അടുത്ത ഹെൽപ്പ് താഴെ സഹായിക്കുക. താഴെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹെൽപ്പ്. അപ്പം നമ്മളെല്ലാം ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാക്ക്, യോണ്, പോറ്, കഫ്, ഗീവ്, സീ, ഓപ്പൺ, ഹെൽപ്പ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റികൾ ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന ക്ലാസ്സുകൾ കിട്ടാനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്